ഒരുപാട് മികച്ച കഥാപാത്രങ്ങളുള്ള സിനിമയാണ് സ്ഫടികം. അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ കഥാപാത്രം ഈ സിനിമയ്ക്ക് എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ആ കഥാപാത്രത്തെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരാളെ പറ്റി സംസാരിക്കാനുണ്ട്. പാച്ചുപിള്ളയുടെ മോൻ ബാലു, ചാക്കോ മാസ്റ്ററുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി. ചാക്കോ മാസ്റ്റർ തോമയെ താരതമ്യം ചെയ്തിരുന്നത് ഈ ബാലുവുമായിട്ടായിരുന്നു. അത് തോമയ്ക്ക് ബാലുവിൽ വെറുപ്പുണ്ടാക്കി. എന്നാൽ പിന്നീട് അത് മാറുന്നുമുണ്ട്. ബാലുവിനോട് അങ്ങനെ ചെയ്തതിൽ തോമയ്ക്ക് കുറ്റബോധമുണ്ട്. ബാലുവിൻ്റെ മരണം ആ കുറ്റബോധം കൂട്ടുന്നു. തോമയുടെ ഉള്ളിലെ വേദന മാറ്റാൻ കഴിയില്ലെങ്കിലും ഇവിടെയാണ് ഞാൻ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം വരുന്നത്. ഈ ഒരു കഥാപാത്രത്തെ സഹായിക്കുന്നതിലൂടെ അയാളുടെ മനസ്സിന് വലിയൊരു ആശ്വാസം കിട്ടും. ബഷീർ മാഷ് പാവപ്പെട്ട ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു പണക്കാരൻ്റെ മകളെ പ്രണയിക്കുന്നു. ആ പ്രണയം സാഫല്യമാക്കാൻ തോമ സഹായിക്കുന്നു. ഇതാണ് ബഷീർ മാഷിൻ്റെ കഥ. തോമയുടെ ഉള്ളിലെ ദയയും തോമയുടെ മനസ്സിനുള്ളിലെ ഒരു തീരാ കുറ്റബോധത്തിന് മോചനം നൽകാനും ഈ കഥാപാത്രം സഹായിക്കുന്നു. ബഷീർ മാഷിനും ബാലുവിനും ചില സാമ്യങ്ങളുണ്ട്. രണ്ടുപേരും നന്നായി പഠിക്കും, പാവം മനുഷ്യരാണ്. അപ്പിയറൻസിലും ചില സാമ്യതകളുണ്ട്. ബാലുവിനോട് ചെയ്ത തെറ്റിന് പകരം വീട്ടാൻ എന്നോണം ബഷീർ മാഷിനെ സഹായിക്കുന്നതിലൂടെ തോമ തൻ്റെ മനസ്സിലെ വലിയൊരു വേദനയ്ക്ക് ആശ്വാസം കണ്ടെത്തുന്നു. ഇതിലെ പ്രകടനവും സംവിധാനവും ആക്ഷനും എല്ലാം മികച്ചതാണ്. എന്നാൽ സ്ഫടികം കാലത്തെ അതിജീവിച്ചു നിൽക്കാൻ കാരണം ഈ മികച്ച രചന തന്നെയാണ്. ഒരു ചെറിയ കഥാപാത്രത്തിന് പോലും സിനിമയിൽ ഇത്രയധികം ആഴം നൽകാൻ കഴിയുന്നു എന്നതാണ് സ്ഫടികത്തെ ഇന്നും ക്ലാസിക് ആക്കുന്നത്. Thank you for watching. Please like, share and subscribe to the channel. There is more coming ahead. Thank you, take care and bye.